ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളും പുനരുപയോഗ ഊർജ്ജ പദ്ധതികളും വളരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ ഒരു വലിയ ഗ്രീൻ എനർജി ഹബ്ബാക്കി മാറ്റാനുള്ള മെഗാ മാസ്റ്റർ പ്ലാനുമായി അദാനി ഗ്രൂപ്പ്. അദാനി എനർജി ബ്ലൂ പ്രിന്റ് എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് ഈ പദ്ധതി? ജനങ്ങൾക്ക് ഇതിലൂടെ എന്തൊക്കെ നേട്ടമുണ്ട്? എത്ര കോടി ഇതിനായി ചെലവഴിക്കുന്നു? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. അദാനി എനർജി ബ്ലൂ പ്രിന്റ് എന്ന പേരിൽ കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സമഗ്രമായ പദ്ധതിയിലൂടെ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതകളിൽ വലിയൊരു ശതമാനവും പരിസ്ഥിതി സൗഹൃദമായ രീതിയിലേക്ക് മാറ്റാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. വരും ദശകത്തിൽ ഹരിതോർജ്ജ മേഖലയിൽ മാത്രം ശതകോടികളുടെ നിക്ഷേപമാണ് ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ 2070 ലക്ഷ്യമിടുന്ന നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് കരുത്തു പകരുക എന്നതാണ് ഈ ബ്ലൂ പ്രിന്റിന്റെ പ്രധാന ലക്ഷ്യം. പരമ്പരാഗത കൽക്കരി ഊർജ്ജ ഉൽപാദനത്തിൽ നിന്നും ക്ലീൻ എനർജി സ്രോതസ്സുകളായ സൗരോർജ്ജം, വിൻഡ് പവർ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിലേക്ക് മാറാനുള്ള കൃത്യമായ റോഡ് മാപ്പാണ് അദാനി ഗ്രൂപ്പ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുള്ള ഖാബ്ദയിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന റിന്യൂവബിൾ എനർജി പാർക്ക് ഈ ബ്ലൂ പ്രിന്റിന്റെ ഹൃദയഭാഗമാണ്. പാരീസ് നഗരത്തിന്റെ അത്രയും വലിപ്പത്തിൽ നിർമ്മിക്കുന്ന ഈ വമ്പൻ പ്ലാന്റിൽ നിന്ന് 30 ജിഗാവാട്ടിലധികം ഹരിതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഭാവിയിലെ ഇന്ധനമെന്ന് വിളിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപ്പാദന ചെലവ് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിക്കുക എന്നതാണ് അദാനിയുടെ മറ്റൊരു ലക്ഷ്യം. ഇതിനായി വൻതോതിലുള്ള സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറാണ് രാജ്യാന്തര പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ കമ്പനി വികസിപ്പിക്കുന്നത്. സോളാർ പാനലുകൾ, വിൻഡ് ടർബൈനുകൾ, ഇലക്ട്രോലൈസറുകൾ എന്നിവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള വമ്പൻ ഫാക്ടറികൾ സ്ഥാപിക്കും. ഇതുവഴി ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. ഈ ഊർജ്ജ മാസ്റ്റർ പ്ലാൻ കേവലം പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കൂടിയുള്ളതാണ്. ഇന്ത്യ നിലവിൽ വൻതോതിൽ പണം ചെലവഴിക്കുന്നത് വിദേശത്തു നിന്നും ഇന്ധനങ്ങളും കൽക്കരിയും ഇറക്കുമതി ചെയ്യാനാണ്. സ്വന്തമായി ഹരിത ഊർജ്ജം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നതോടെ രാജ്യത്തിന്റെ ഈ വമ്പൻ ഇറക്കുമതി ചെലവ് വലിയ രീതിയിൽ കുറയും. കൂടാതെ ഗുജറാത്ത്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലകളിൽ ഈ മെഗാ പ്രൊജക്ടുകൾ വഴി ലക്ഷക്കണക്കിന് പുതിയ തൊഴിൽ അവസരങ്ങളാണ് യുവാക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, വ്യവസായ മേഖലയ്ക്ക് ആവശ്യമുള്ള വലിയ തോതിലുള്ള വൈദ്യുതി കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാനും സാധാരണക്കാരുടെ വീടുകളിലേക്ക് തടസ്സമില്ലാത്ത ഹരിത ഊർജ്ജം എത്തിക്കാനും അദാനി ഗ്രൂപ്പിന്റെ ഈ പുതിയ എനർജി ബ്ലൂ പ്രിന്റിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആരോഗ്യരംഗത്ത് നിർണായക പ്രഖ്യാപനവുമായി അദാനി ഗ്രൂപ്പ് രംഗത്തു വന്നിരിക്കുകയാണ്. 1000 കിടക്കകളോട് കൂടിയ അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന അദാനി ഹെൽത്ത് സിറ്റി എന്ന പുതിയ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഹമ്മദാബാദ്, മുംബൈ എന്നിവിടങ്ങളിലാണ് അദാനി ഹെൽത്ത് സിറ്റിയുടെ ആദ്യ ക്യാമ്പസുകൾ സ്ഥാപിക്കുക. അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയാണ് പുതിയ പദ്ധതിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്തെ ആരോഗ്യരംഗത്തും വികസനത്തിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹെൽത്ത് സിറ്റി ക്യാമ്പസുകളിൽ ആവശ്യക്കാർക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള രോഗികളെ പരിചരിക്കാനുള്ള നൂതന ചികിത്സാ സാങ്കേതിക വിദ്യകളും ലഭ്യമാക്കും. ഒരേ ക്യാമ്പസിൽ രോഗനിവാരണവും അതിനോടൊപ്പമുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും നടത്തുന്നതിനായി പ്രത്യേക മെഡിക്കൽ കോളേജുകളും അക്കാദമിക് ഗവേഷണ കേന്ദ്രങ്ങളും ട്രാൻസിഷണൽ കെയർ സൗകര്യങ്ങളും ഒരുക്കും. ഗ്രാമീണ നഗരവ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തടസ്സമില്ലാത്ത മെഡിക്കൽ സൗകര്യം ഒരുക്കാൻ ഈ ഇക്കണോമിക് സിസ്റ്റത്തിലൂടെ സഹായിക്കും. അഹമ്മദാബാദ്, മുംബൈ ക്യാമ്പസുകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന 1000-ലധികം കിടക്കകളോടുകൂടിയ പുതിയ ആശുപത്രികളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ മുതൽ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയാ സജ്ജീകരണങ്ങൾ വരെ ഉൾപ്പെടുത്തും. ഒരേ ക്യാമ്പസിൽ മെഡിക്കൽ ചികിത്സയോടൊപ്പം ഉയർന്ന തലത്തിലുള്ള പുതിയ മെഡിക്കൽ കോളേജുകളും വിവിധ മെഡിക്കൽ അക്കാദമികളും പ്രവർത്തിക്കും. രോഗങ്ങൾ തടയുന്നതിനുള്ള വൈവിധ്യമാർന്ന സയൻസ് ഗവേഷണ കേന്ദ്രങ്ങൾ ഇതിന്റെ ഭാഗമായി സജ്ജീകരിക്കും. ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങുന്ന വേളയിൽ രോഗികൾക്ക് പ്രത്യേക പരിചരണവും പിന്തുണയും നൽകുന്നതിനായി ട്രാൻസിഷണൽ കെയർ കേന്ദ്രങ്ങൾ ഇവിടെ ആരംഭിക്കും. 30ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അദാനി ഫൗണ്ടേഷന് കീഴിൽ രാജ്യത്തിന്റെ സാമൂഹിക ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള മികച്ച പദ്ധതികളാണ് നടന്നുവരുന്നത്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലായി 7000-ലധികം ഗ്രാമങ്ങളിൽ വസിക്കുന്ന 1 കോടിയിലധികം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഗൗതം അദാനി അറിയിച്ചു. പ്രീതി അദാനിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിലാണ് ഈ ഗ്രാമീണ നിക്ഷേപങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും പുതിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്.
നേത്രരോഗങ്ങൾ പ്രതിരോധിക്കാൻ ബീഹാറിലെ വികസനമില്ലാത്ത മേഖലകളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച നേത്രചികിത്സയും അനുബന്ധ മെഡിക്കൽ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ഫൗണ്ടേഷൻ നിലവിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട്. അദാനി യൂണിവേഴ്സിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഗുജറാത്ത് അദാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയ വലിയ സ്ഥാപനങ്ങൾ വിഭാവനം ചെയ്ത് പ്രാദേശിക മെഡിക്കൽ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തും. പുതിയ തൊഴിലവസരങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമീണ ഇന്ത്യയിലെ 1.25 ലക്ഷത്തിലധികം വരുന്ന യുവതിയുവാക്കൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള വ്യവസായ അധിഷ്ഠിത മെച്ചപ്പെട്ട തൊഴിൽ നൈപുണ്യ വികസന ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ചിൽ വ്യാവസായിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴിയുള്ള കർമ്മ ഉത്സവ് പദ്ധതി വൻതോതിൽ തദ്ദേശീയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്.